എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വെറ്റിലപ്പാറ നമ്മുടെ സിൽവർ സ്റ്റോമിൻ്റെ മുൻപിലായിട്ട് ഒരു ചായക്കടയുടെ തൊട്ടടുത്താണ്. ഈ ചായക്കട വളരെ ഫേമസ് ആണ്. ഫേമസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പലഹാരങ്ങളോ ചായയോ അതിൻ്റെ ടേസ്റ്റോ രുചിയോ അതിനൊക്കെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ വെറൈറ്റിയിലൊന്നല്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ചായക്കട വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഷാജി പാപ്പൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ ചായക്കടയാണ് ഇപ്പോൾ എൻ്റെ ഈ തൊട്ടടുത്ത് നിൽക്കുന്നത്. ഷാജി പാപ്പൻ്റെ ഈ ചായക്കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലെക്സ് ബോർഡ്. ആ ഫ്ലെക്സ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഭയങ്കര മനസ്സിൽ തട്ടുന്നൊരു സംഗതിയാണ്. അതായത് ഒരു ചായ കുടിച്ചാൽ നിങ്ങൾക്കൊരു ജീവൻ രക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇതുപോലൊരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടാവുമെന്ന് തോന്നണില്ല. നിങ്ങളൊരു ചായ കുടിക്കുന്നുണ്ടോ, നിങ്ങളൊരു ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ഇടപെടലാണ് ചെയ്യുന്നത്. അതാണ് ഷാജി പാപ്പൻ്റെ ഈ ചായക്കട എന്ന് പറയുന്നത്. ആരാണ് ഈ ഷാജി പാപ്പൻ? അതാദ്യം പറയണ്ടേ. നമ്മുടെ ആട് സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മുടെ എല്ലാ ഷാജിമാർക്കും, കേരളത്തിലുള്ള എല്ലാ ഷാജിമാർക്കും പാപ്പൻ എന്ന് പറയുന്ന പേര് കൂടെ വന്നു. അങ്ങനെ ഷാജി ഏട്ടനും ഷാജി പാപ്പനായി. അതിരപ്പള്ളിക്കാരുടെയും പ്ലാന്റേഷൻ തൊഴിലാളികളുടെയും പാപ്പനായി ഷാജി പാപ്പനായി. ഇവിടെ ഏകദേശം ഒരു 11ഓളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ഷാജി ചേട്ടന് സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ചികിത്സാ ചെലവിന് വേണ്ടി, ആക്സിഡൻറ്റിൽപ്പെട്ട് കിടക്കുന്നവർക്ക് ചികിത്സാ ചെലവിന് വേണ്ടി, ഇതിനൊക്കെ തന്നെ ഷാജി ചേട്ടൻ്റെ ഈ കട ജീവകാരുണ്യ നിധി സ്വരൂപിക്കാനായിട്ടുള്ള ഒരിടമായി മാറിയിട്ടുണ്ട്. ഇത് വലിയ 5 സ്റ്റാർ ചായക്കടയൊന്നുമല്ല, ഒരു ചെറിയ ഒരു ചായക്കട, ഒരു നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ചായക്കട. പക്ഷേ ഈ ചായക്കടയിലൂടെ 11 പേരുടെ ജീവന് രക്ഷിക്കാനായിട്ടുള്ള ഇടപെടലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പലതും ലക്ഷങ്ങളാണ് ഇവിടെ ആളുകൾ കൊണ്ടു കൊടുത്തിട്ടുള്ളത്, സ്വരൂപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മ ക്യാൻസർ ബാധിതയായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഒരുപാട് പേര് സഹായിക്കാനായിട്ട് കടന്നു വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു ചിന്ത തോന്നുന്നത്, ഇങ്ങോട്ട് മേടിച്ചാൽ മാത്രം പോരാ, അങ്ങോട്ട് കൊടുക്കാനായിട്ടുള്ളൊരു ഇടപെടലും കൂടി ഉണ്ടാകണമെന്ന് തോന്നിയപ്പോഴാണ് അത്തരത്തിലുള്ളൊരു ജീവകാരുണ്യ സഹായനിധി രൂപീകരിക്കാനായിട്ടുള്ള കാര്യം വന്നത്. പ്ലാന്റേഷനിലെ ഒരു പയ്യനെ ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടുത്തെ ജീവകാരുണ്യ നിധിക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടപ്പുഴയിൽ ആക്സിഡൻറ്റിൽപ്പെട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ കഴിയുന്ന മിഥുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി സഹായനിധി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തിന് മേലെ തുകയാണ് ഈ ഷാജി പാപ്പൻ എന്ന് പറയുന്ന ഈ ചേട്ടൻ്റെ കൊച്ചു കടയിൽ ആളുകളും പല വിദേശത്തു നിന്നും ഇവിടെ ഇതിലെ പോകുന്ന ടൂറിസ്റ്റുകളും എല്ലാം സഹായിച്ചുകൊണ്ട് കിട്ടിയിട്ടുള്ളത്. മിഥുൽ സുഖം പ്രാപിച്ചു വരുന്ന രാജഗിരി ഹോസ്പിറ്റലാണ്. തീർച്ചയായിട്ടും ഒരു ചായ നിങ്ങൾ കുടിച്ചാൽ ഒരു ജീവൻ രക്ഷിക്കൂ എന്ന ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച നമ്മുടെ ഷാജി ചേട്ടൻ്റെ കടയിലെ ഷാജി ചേട്ടനോട് തന്നെ ചോദിക്കാം, ഷാജി ചേട്ടൻ എങ്ങനെ എല്ലാവരുടെയും ഷാജി പാപ്പനായി? ഷാജി പാപ്പനെ പറ്റി പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഒരു വ്യക്തി ഈ 4 കാലിൽ വെച്ച് കെട്ടിയ ഈ കൊച്ചു കടയിലെ ഗ്ലാസും കഴുകി വറച്ചട്ടിയിലെ കടികൾ വിറ്റ് തന്റെ കുടുംബത്തിൽ 5 പേരെ പോറ്റുന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യത്വത്തിന്റെ മുഖം. ഇത് 11ാമത്തെ കാരുണ്യ പ്രവർത്തനമാണ്. ഈ കാരുണ്യ പ്രവർത്തനത്തിൽ നെടുന്തൂണായി ഇവിടെ നിന്നിട്ടുള്ളത് ഷാജി പാപ്പൻ എന്നൊരു വ്യക്തി ഇതിലൊരു നിമിത്തം മാത്രം. അതോടൊപ്പം ഇതിന്റെ പിന്നിൽ ഒരു വലിയ ക്രൗഡാണ്. അതിരപ്പള്ളിയിലെ മനുഷ്യമുഖമുള്ള, നല്ല മനസ്സുള്ള, കാരുണ്യത്തിന്റെ മുഖമുള്ള, കൂട്ടായ്മയുടെ മുഖമുള്ള ഒരു കൂട്ടര് ചേരുമ്പോഴാണ് ഇത് വലിയ ഒരു പ്രസ്ഥാനമായി മാറുന്നത്. അങ്ങനെ 11ാമത്തെ ഈ പ്രവർത്തനം ഇന്ന് മിഥുലിന് വേണ്ടി സ്വരൂപിച്ച പണം കൈമാറുന്നതിന് വേണ്ടി അവരുടെ കുടുംബം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ പണം കൊടുക്കുന്നതിന് അതിരപ്പള്ളി ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ഇപ്പോഴത്തെ നമ്മുടെ ആരാധ്യനായ പ്രിയപ്പെട്ട ബിജു സാറ് കൂടിയാണ്. ബിജു സാർ വന്നതിൽ പിന്നെ 2ാമത്തെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ പണം കൈമാറുന്ന ചടങ്ങിലാണ് അദ്ദേഹം സംബന്ധിക്കുന്നത്. ഇന്നും ICUവിലെ മിന്നി മറയുന്ന പച്ചയും ചുവപ്പും വെളിച്ചത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ എന്നറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ₹2,15,000 ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ പിരിച്ചെടുത്തത്. അതിൽ സഹകരിച്ചത് ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ, പ്ലാന്റേഷനിലെ കുറെ കൂട്ടുകാർ, അതിരപ്പള്ളിയിലെ മുഖ്യധാരയിലെ എല്ലാ പ്രവർത്തകരും, ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ, കൊടിയുടെ നിറം നോക്കാതെ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ആ തുക 2,15,000 രൂപയിലേക്ക് എത്തി. ഇതിനേറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മളുടെ അതിഥികളായി ഇവിടെ എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകളാണ്. അവർ
വണ്ടി പോകുന്ന സമയത്ത് കൈ കാണിച്ച് ഞങ്ങൾ നിർത്തുമ്പോൾ കാരുണ്യത്തോടു കൂടി എറിയുന്ന 10 രൂപ മുതൽ 500 രൂപ വരെയുള്ള നോട്ടുകളാണ് ഈ തുകയിലേക്ക് എത്തിച്ചത്. എന്നും ഞങ്ങൾ അവരെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. മിഥുലിനിപ്പോ എങ്ങനെയുണ്ട്? ബ്ലഡ് നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. പിന്നൊരു ഓപ്പറേഷൻ കൂടി വേണമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പനി വന്നിട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഇപ്പോൾ കാലത്ത് നോക്കി പനി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നെറ്റത്ത് തുണിയൊക്കെ നനച്ചിട്ട് ഇങ്ങനെ കടിച്ചേക്കണത്. അതിൽ പനി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ നടത്താനാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നിൽക്കുന്നു. ഈ തട്ടുകട ഒരു ജീവകാരുണ്യ കേന്ദ്രമായി മാറിയതിന്റെ പിന്നിലുള്ള ഒരു കഥ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പറയാമോ? കഥ എന്ന് വെച്ചാൽ ഞാൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അപ്പോൾ എനിക്ക് പണിയെടുക്കുന്ന സമയത്ത് ഒരുപാട് 30 വർഷം തടിപ്പണിയായിരുന്നു. അപ്പോൾ എൻ്റെ ഡിസ്കിന് കൈ കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഇങ്ങനെ തടിപ്പണിക്ക് പോകാൻ പറ്റണ്ടായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ വൈഫും കൂടി ആലോചിച്ചിട്ട് കടയിടണം. ഈ കടയിട്ട് ഒരു ഏകദേശം എൻ്റെ അമ്മയ്ക്ക് സുഖമുണ്ടായി. നമുക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അമ്മയുടെ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അമ്മയുടെ കാര്യത്തിൽ ഇങ്ങോട്ട് സാധിക്കണം, എനിക്ക് അങ്ങോട്ട് സഹായിക്കണം ഒരു മനസ്സിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ലൈറ്റ് വന്നത് ഓട്ടോറിക്ഷ ആക്സിഡൻറ്റ് വന്നത്. ആ ആക്സിഡൻറ്റ് വന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ രാജഗിരി ഹോസ്പിറ്റൽ വെന്റിലേറ്ററായിരുന്നു. മരിച്ചു എന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ടൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു ആശയമായിരുന്നു നമുക്ക് ഒരു ദിവസം കച്ചവടം ചെയ്ത് ഈ കാശ് കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ വൈഫും കൂടി ആലോചിച്ചു. വൈഫ് അതിന് സമ്മതം കൂടി ഞങ്ങളങ്ങനെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരന്മാരുടെ കാര്യങ്ങൾ സംസാരിച്ചു. അതിനവർ സപ്പോർട്ട് തന്നു. അപ്പോൾ ഞങ്ങൾ അവൻ്റെ ഫ്ലെക്സ് അടിച്ച് ഇന്നത്തെ കച്ചവടം ലൈജിനായിട്ട് വെച്ചു. അന്ന് നമുക്ക് 1,40,000 രൂപ നമുക്ക് ഫസ്റ്റ് കച്ചവടത്തിന് കൊടുക്കാൻ കഴിഞ്ഞു. അതൊരു നല്ലൊരു വിജയമായി. അപ്പം നമുക്ക് പിന്നെ മുന്നോട്ട് അങ്ങനെ പോകുന്നൊരു മനസ്സിലൊരു പ്ലാൻ തോന്നി ഞങ്ങളെല്ലാവരും. അത് ഞാനിവിടെ ഒരു നിമിത്തമാവുന്നുള്ളൂ. നമ്മുടെ ഈ കട ഒരു സ്ഥലത്ത് കൊടുക്കും. അങ്ങനെ ഇതിന് പാല്, പഞ്ചസാര, എല്ലാ സാധനങ്ങളും നമുക്ക് സ്പോൺസറായി കിട്ടും. ഇതിന് കിട്ടുന്ന മുഴുവൻ തുക നമ്മൾ 500 രൂപ പോലും മാറ്റില്ല. മുഴുവൻ തുക നമ്മൾ ആ രോഗിയായിട്ട് കൊടുക്കും. നമ്മൾ 11 കച്ചവടമാണ് നമ്മൾ ഇവിടെ ചെയ്താണ് വലുതായിട്ട്. അതിനിടയ്ക്ക് നമ്മൾ കൊച്ചു 15,000, 10,000 അതൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പിൽ തിരിഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്. ഫ്ലെക്സ് വെച്ച് നമ്മൾ ചെയ്യുന്ന 11ാമത്തെ കച്ചവടമാണ്. അതിൽ 10ാമത്തെ കച്ചവടമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംഖ്യ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. അത് നമുക്ക് 3,26,330 രൂപ ഇടത്താടൻ ഉള്ളിക്ക് കൊടുക്കാൻ കഴിയും. അത് നമ്മുടെ ഏറ്റവും നല്ലൊരു വിജയമായിരുന്നു. അവിടെ നിന്ന് ഇവിടെ നമ്മളിപ്പോൾ 3 ആഴ്ചയായിട്ടുള്ള അപ്പോഴേക്കാണ് ഈ കച്ചവടം മിഥുൻലാലിന് വേണ്ടി വെച്ചത്. അതപ്പോൾ നമുക്ക് ഇത്തിരി പുതിയതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് 2,17,000 കൊടുക്കാൻ കഴിയും. പിന്നെ ഞാനൊരു നിമിത്തമാവുന്നൊരു കട. ഇതിനെല്ലാ സപ്പോർട്ടും ജനങ്ങളാണ്. ഞാൻ പറയുമ്പോൾ ഈ എളിയവനായ ഈ കടയിൽ നിന്ന് പറയുമ്പോൾ എന്നെ താങ്ങാൻ ഈ അതിരപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും വരും. അത് നമുക്ക് പോലീസ് അധികാരികളിൽ നിന്നായാലും ഹെൽത്തിൽ നിന്നായാലും എല്ലാ ഭാഗത്തും നമുക്ക് നല്ല പഞ്ചായത്തും ഒക്കെ നല്ല സപ്പോർട്ടാണ്. അവർ നമ്മളോട് പറയുമ്പോഴേക്കും അതിന് തീരുമാനമെടുക്കും വന്നു എല്ലാ കാര്യങ്ങളും സംഭവിക്കും. അത് തീരുന്നവരെ ഈ ജനങ്ങൾ മൊത്തം എൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ എന്നെനിക്ക് പറയാനുള്ളത്. പിന്നെ അതല്ല നമ്മൾ ഈ സാധനം നടത്തുമ്പോൾ നമുക്ക് പലവ്യഞ്ജനങ്ങൾ, അതായത് തേങ്ങ, ചക്ക, മാങ്ങ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ ലേലം ചെയ്യും. പിന്നെ ചാലക്കുടി മാർക്കറ്റിൽ നിന്ന് വരെ നമുക്ക് ഓരോ സാധനങ്ങൾ അവിടെ കടക്കാർ നമുക്ക് തരുന്നുണ്ട് ഈ കാര്യം നടത്താൻ വേണ്ടി. ഇപ്പം നമ്മുടെ ഈ ഒത്തിരി ഇതിലേക്കാണ് നമ്മുടെ ഇതുകൾ പോകുന്നത്. നല്ല സപ്പോർട്ടായിട്ട് ഭാര്യയും മക്കളും അടങ്ങുന്ന ഈ കൊച്ചു കുടുംബത്തിൻ്റെ, ഷാജിച്ചേൻ്റെ കുടുംബത്തിൻ്റെ വലിയൊരു അത്താണിയാണ് ഈ പറയുന്ന ഈ ഷാജിപ്പാപ്പൻ്റെ ചായക്കട എന്ന് പറയുന്ന ചായക്കട. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, ആക്സിഡൻറ്റിൽപ്പെട്ട് കിടക്കുന്ന അതിരപ്പള്ളിയിലെയും അതുപോലെ ചികിത്സാ ചെലവിന് വേണ്ടി കഴിയുന്ന അതിരപ്പള്ളിയിലെയും പ്ലാന്റേഷൻ തൊഴിലാളി കുടുംബങ്ങളിലെയും പെട്ട ആളുകൾക്കൊക്കെ വലിയ അത്താണിയായ ആശ്രയമായി മാറുകയാണ് ഷാജിപ്പാപ്പൻ്റെ ഈ ചായക്കട എന്ന് പറയുന്ന ഈ ചായക്കട. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയും ജീവിത നന്മകൾ ചെയ്യാനായിട്ട് ഈ ഷാജിപ്പാപ്പൻ്റെ ചായക്കട എന്ന് പറയുന്ന ഈ കൊച്ചു ചായക്കടയ്ക്ക് സാധിക്കട്ടെ, അതിന് കേന്ദ്രമാകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മിഥുൽ സുഖം പ്രാപിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.